നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. ഈ CPM-കാർ എല്ലാ വേദികളിലും പാടാറുള്ളൊരു പാട്ടുണ്ട്, മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറയുന്ന ഒരു പാട്ട്. എന്നാൽ ഇപ്പോൾ നിലപാടുകളെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അടപടലം മാറ്റിയിരിക്കുകയാണിവർ. ഇപ്പോൾ വസ്ത്രം നോക്കിയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു. അതായത് മാന്യമായ വസ്ത്രം ധരിച്ച് പൊതുവേദികളിൽ എത്തണമെന്നൊക്കെ പറയുന്നു. മൊത്തത്തിലൊരു സദാചാരം വിളമ്പുകയാണ്. സദാചാരത്തിന് വലിയ എതിര് നിന്നിരുന്നവർ, വാളെടുത്തിരുന്നവരാണ് ഇപ്പോൾ സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളെ. അതും CPM-ലെ വനിതാ നേതാക്കളാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മുൻപ് നമ്മൾ പല ഇടങ്ങളിലൊക്കെ കണ്ടതുപോലെ പൊതു ഇടങ്ങളിലൊക്കെ കമിതാക്കൾ ഇരിക്കുകയാണെങ്കിൽ ചൂരൽ വെട്ടി അടിക്കുന്ന കമ്മികളെയും നമുക്ക് കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും പുരോഗമനം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകുന്നു. ഒരു മുന്നോട്ടല്ല പോകുന്നത്, പുറകോട്ട് പോകുന്നു. പക്ഷെ എനിക്ക് പ്രദീപയാണ് പറഞ്ഞത്. ആരാ പറഞ്ഞേ? പ്രദീപയാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവരുടെ നിലപാടിനോട് ഭയങ്കരമായിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു. കാരണം ഇത് ചിലവർക്കുള്ള ഒരു കൊട്ടാണ്, ചിലവർക്കുള്ള ഒരു കുത്താണ്. ചില ഇതൊക്കെ നടത്തിയിരുന്നല്ലോ, എന്തോ പെൺകരുത്തോ അങ്ങനെ എന്തോ പെൺ പ്രതിരോധമൊക്കെ നടത്തിയിരുന്നു. അതിനകത്ത് ചില നടികൾ ഉൾപ്പെടെയുള്ള ചില ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി. എന്ത് മനോഹരമായ വസ്ത്രധാരണമാണ്. പണ്ടെങ്ങും ചിലരിൽ ഞാനത് കാണാത്തത് എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. കാരണം പലരും മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ വളരെ മാന്യമായിട്ട് ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്നത് എനിക്ക് ആ ഒരു പൊതുവേദിയിൽ കാണാൻ പറ്റി. അത് ഈ പറയുന്നോണം ഇവരുടെയൊക്കെ ഒരു ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ ഉള്ളൊരു ഒരു കരുത്ത് തന്നെയാണ്. അവരുടെ ഈ വായ്ത്താരികളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു മാറേണ്ടിയിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ മറയ്ക്കാൻ പാടുപെട്ടിരുന്ന സ്ത്രീകളുടെ ഇടയിൽ നിന്നാണ് മറയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെ നേടിയെടുത്തത്. അന്ന് ഈ പറഞ്ഞതുപോലെ മറയ്ക്കാൻ സാധിക്കാത്തത് നങ്ങേലിയുടെ കഥയൊക്കെ നമുക്കറിയാം. നങ്ങേലി അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മാറ് വെട്ടി ഇട്ടുകൊടുത്ത പ്രമാണിമാരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്ത സ്ത്രീകളെ നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ പറഞ്ഞതുപോലെ മറയ്ക്കാനും തുണി ഇടാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. പക്ഷെ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നപ്പം കേരളം അങ്ങ് മറിയായിരുന്നു. വിദേശികളെയൊക്കെ അനുകരിക്കത്തക്ക രീതിയിൽ സ്ത്രീകൾ മാറിപ്പോയി. വസ്ത്രധാരണം, വസ്ത്രധാരണം പോലും മറയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറിയെന്നു. പ്രതിഭയ്ക്ക് ഞാൻ വലിയൊരു കയ്യടിಯನ್ನು കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ മറയ്ക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പക്ഷേ ആദ്യ നേതാവായിരിക്കും പ്രതിഭ. അവർ പറഞ്ഞിരിക്കുന്ന സദാചാരം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട, ഞാൻ ഉള്ളതാ പറയുന്നത്. സത്യമല്ലേ? ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസും റിനിയൊക്കെ ഒരുപാട് പരാതികളൊക്കെ ഉയർത്തി. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് കിട്ടിയ വലിയൊരു ചാൻസ് ആയിരുന്നു ഇത്. കാരണം ഇത്തരത്തിൽ പ്രതിഭയെടുത്ത് അങ്ങ് പൊക്കുമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നമ്മൾ ഭരിക്കുന്ന പ്രസ്ഥാനത്തിലെ ഒരു നേതാവാണ് ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത്. അപ്പം രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പുരുഷവാദികൾക്ക് ഇത് കിട്ടിയ ഒരു ആയുധം തന്നെയായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഹണി റോസ് എന്തിനാണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്ത് ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തെ പറ്റിയുള്ള ചില സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് അന്ന് പരാതി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു സ്ത്രീ നേതാവ് തന്നെ ഇത് പറയുമ്പോൾ മറ്റുള്ള ഒരു പക്ഷേ അവരുടെ ഇടയിൽ തന്നെയുള്ള ചില നേതാവെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അനുഭാവികൾക്കൊക്കെ ഇത് വലിയൊരു അടി തന്നെയായിരിക്കും. കാരണം വസ്ത്രം ധാരണമുള്ള പല ആൾക്കാരും ഇന്ന് പല രീതിയിലുള്ള പ്രതിരോധങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ചൂണ്ടുവിരലിൽ കറക്കുന്ന തരത്തിലൊക്കെ ആയപ്പോൾ ഇതൊക്കെ ഒന്ന് സദാചാരമൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് പ്രതിഭ ചെയ്തത്. പക്ഷേ നല്ലതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഉദ്ഘാടനങ്ങളിലൊക്കെ കൂടുതലും നടിമാരാണോ എന്ന് ചോദിച്ചാണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല. അവരെക്കാളും നല്ല കഴിവുള്ള നടിമാരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചില ഇനോഗ്രേഷൻ ചില ആൾക്കാരെ മാത്രം ചൂസ് ചെയ്ത് വിളിക്കുന്നത്? കാരണം അവർക്കേ കഴിയുന്നത്. അവരുള്ളിടത്തെ ആൾക്കാരും കൂടത്തുള്ളൂ. അത് ഈ പറയുന്ന പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. എന്നാൽ പിന്നെ എന്താണ് ഞങ്ങൾ മിതമായിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നമില്ല. അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം മാത്രമാണ്. ഈ പുരുഷൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം മാത്രമാണ്. ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതൊരു നടിയാണെന്ന് തോന്നുന്നു. പുരുഷൻ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഈ പറഞ്ഞോണം ഒരു നിക്കർ മാത്രം ഇട്ടുകൊണ്ട് കടലിൽ കുളിക്കാൻ ഇറങ്ങിയ ആരെങ്കിലും നോക്കില്ല. അതേപോലെ സ്ത്രീകൾ ചെയ്താൽ എന്താണ് പ്രശ്നം?
എന്നാൽ പിന്നെ നമുക്ക് ആ സ്വാതന്ത്ര്യം നേടിയെടുക്കണ്ടായിരുന്നല്ലോ, മറയ്ക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കണ്ടായിരുന്നല്ലോ, അങ്ങനെ അങ്ങ് തുറന്നിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നു. അപ്പോൾ ഇത് ഒരു പക്ഷേ പുരുഷൻ്റെ കാഴ്ചപ്പാടായിരിക്കും. സ്ത്രീ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അടച്ചു വെക്കുമ്പോഴാണ് സൗന്ദര്യം കൂടുന്നതെന്ന് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മൂടപ്പെടുമ്പോഴാണ് അവിടെ സൗന്ദര്യം കൂടുന്നത്. അപ്പം പിന്നെ എന്നാൽ പിന്നെ അഴിച്ചിട്ട പോരെ. ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിലൊന്നും തുറിച്ചുനോട്ടങ്ങളില്ല. അവിടെ പ്രശോഭയ്ക്ക് അറിയാലോ, അവിടെ ഈ പറയുന്ന ചില ഭാഗങ്ങൾ മാത്രമൊന്നും മറയ്ക്കുന്നു എന്നല്ലാതെ എന്നാൽ വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സാണ്. അവർ പ്രൊഫഷണൽ രംഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ പറയുമ്പം ഈ കടലിൽ വന്ന് തുണിയില്ലാണ്ട് കിടക്കുന്ന മറാമ്മമാരെയൊക്കെ കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇത് തന്നെ അവിടെ അല്ല. അവിടെ മാന്യമായിട്ടുള്ള ഡ്രസ്സ്, ഒരുപക്ഷെ പുരുഷന്മാരെ പോലെ തന്നെ നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ചു പോകുന്ന സ്ത്രീകളാണുള്ളത്. ഇവിടെ അവർ വന്ന് കിടക്കുന്നതിനർത്ഥം അവർക്ക് സൂര്യൻ്റെ ചൂട് കിട്ടാനും അല്ലെങ്കിൽ അവിടെ കിട്ടാത്ത ചില സംഗതികൾ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ കിടക്കുന്നത്. ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ തുറിച്ചുനോട്ടങ്ങളില്ല. കാരണം ഇത് പണ്ട് ഈ പറയുന്നോണം മറയ്ക്കാത്തിരുന്ന സന്ദർഭങ്ങളിൽ അച്ഛനും സഹോദരനും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മാവന്മാരും ഒക്കെ ഒരു സ്ത്രീയുടെ വളർച്ചയെല്ലാം കണ്ടല്ലേ വളർന്നത്. അവിടെ ഈ പറഞ്ഞോണം തുറിച്ചുനോട്ടങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. അന്ന് മാറെന്ന് പറയുന്ന ഒരു അവയവം മാത്രമായിട്ട് കണ്ടിരുന്നു പുരുഷന്മാർ. ഒരു പക്ഷേ കാമക്കണ്ണുകളോടെ കണ്ടിരുന്നത് പ്രമാണിമാരാണ്. അല്ലാതെ ഒരു സ്ത്രീ സ്വന്തം മകളുടെ ശരീരം വളരുന്ന ആ ഒരു അച്ഛൻ ഒരിക്കലും അത് കാമക്കണ്ണുകളിലൂടെ കാണാൻ പറ്റത്തില്ല. സഹോദരനും അതുപോലെ തന്നെ. പക്ഷേ അവിടെ തുറിച്ചുനോട്ടങ്ങൾ വരുന്നത് മറ്റുള്ള ഇടങ്ങളിൽ നിന്നാണ്. ഇന്ന് അങ്ങനെയല്ല. ഇച്ചിരി അറ്റവും മൂലയൊക്കെ കണ്ടാൽ പോലും ഒന്ന് തുറിച്ചു നോളും. അത് കാലം മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ചിലവർ പറയുന്നത് പോലെ ഈ ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രതിഭ തന്നെയാണ് ലൈംഗിക ദാരിദ്ര്യം. കേരളത്തിൽ ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരുണ്ടോ എന്ന് പ്രതിഭ ഇനി പാർട്ടിക്കാരോട് തന്നെ ചോദിച്ചതാണോ എന്ന് നമുക്കറിയില്ല. കാരണം മുൻപ് നമ്മൾ പെൺപ്രതിരോധം നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർക്ക് ഫ്രസ്ട്രേഷനാണ്, പ്രതികരിക്കാൻ കഴിയാത്തതിൽ. അതുകൊണ്ട് തന്നെ പ്രതിഭ ചിലപ്പോൾ സ്വന്തം പാർട്ടിക്കാരായ സഖാക്കന്മാരോട് കൂടി ചോദിച്ച ഒരു ചോദ്യമായിരിക്കാം. എനിക്ക് ഈ വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് CPM-ന്റെ നിലപാടുകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഈശ്വറിന്റെ വിഷയത്തിൽ, ഹണി റോസുമായിട്ടുണ്ടായിരുന്ന വിഷയത്തിൽ ഇരുവരും തമ്മിൽ വലിയൊരു പോരിലേക്ക് നടന്നപ്പോൾ വലിയ തോതിൽ ഈ പറയുന്ന CPM-ന്റെ വനിതാ നേതാക്കൾ എല്ലാവരും ഹണി റോസിന് പിന്തുണ കൊടുത്ത ആൾക്കാരാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രതിഭ ഈ പറയുന്നത് ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരാണോ മലയാളികൾ എന്നുള്ളൊരു ചോദ്യം. അത് മാത്രമല്ല, ഇതിനു മുൻപ് ദീപിക പദുകോണിന്റെ പത്താൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ബിക്കിനി ഇട്ടതിന്, ഒരു കാവി കളർ ബിക്കിനി ഇട്ടതിന് വലിയ രീതിയിൽ ഇവിടുത്തെ BJP സംഘപരിവാർ സംഘങ്ങൾ അങ്ങ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ തന്നെ ദീപികയ്ക്കൊപ്പം നിന്നു എല്ലാവരും. കാരണം വസ്ത്രം അത് ഒരാളുടെ ഇഷ്ടമാണ്. കളറ് ഒരു പാർട്ടിക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. എന്ത് കളർ ഇടണം, എന്ത് വസ്ത്രം ധരിക്കണം, പ്രത്യേകിച്ച് അവരൊരു സിനിമാ നടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജോലിയിൽ പല വസ്ത്രങ്ങളും ധരിക്കേണ്ടി വരും. അവർക്കത് കുഴപ്പമില്ലാത്തിടത്തോളം നമുക്കതിനെ ചോദ്യം ചെയ്യാൻ ഒരു റൈറ്റും ഇല്ല. അത് അവരുടെ റൈറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അന്ന് ഈ സംഘപരിവാർ സംഘങ്ങളെല്ലാം ഈ പറയുന്ന ദീപികയ്ക്കെതിരെ വലിയ കൊലവിളി നടത്തിയ സമയത്ത് CPM നേതാക്കൾ ഉൾപ്പെടെ ഈ പറയുന്ന ദീപിക പദുകോണിന്റെ ആ ബിക്കിനി ഇട്ട ചിത്രമിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ആൾക്കാരാണ്. അവരാണ് നിന്ന നിപ്പിൽ ഈ സദാചാരം പറയുന്നത്. എനിക്ക് ഇവർക്ക് ഈ നിലപാടെന്ന് പറയുന്ന സാധനം ഈ തോന്നുമ്പോൾ എടുത്ത് മാറ്റാനുള്ള ഒരു സാധനമാണോ എന്നുള്ളതാണ്. ഇവർക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം ആണോ വന്നിരിക്കുന്നത്? അതിൻ്റെ പച്ചമലയാളം ചോദിക്കുന്നില്ല ഞാൻ. ഈ ഡബിൾ ഡാഡി സിൻഡ്രോം ആണോ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രതിഭയൊക്കെ വലിയ പ്രബുദ്ധത കളിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെയാണ് വന്ന് നിന്ന് ഇപ്പോ സദാചാരത്തെ കുറിച്ച് ചോദിക്കുന്നത്. സിൻഡ്രോം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. അതായത് ബോഡി ഷേമിംഗ് പാടില്ല എന്നുള്ളത് നമുക്കറിയാം. RLB രാമകൃഷ്ണൻ എതിരെ ഇത്തരത്തിൽ അവരുടെ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. RLB രാമകൃഷ്ണനെതിരെ ഒരു ഡാൻസർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായപ്പോൾ എന്തുവായിരുന്നു, CPM ഒപ്പം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പല കറുപ്പ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സവർണൻ അവർണ എന്നുള്ള ഇതുമായിട്ട് വേടന് പിന്തുണയായിട്ടൊക്കെ ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ബോഡി ഷേമിങ്ങിന് ഒപ്പം നിന്നിരുന്ന സഖാക്കളുടെ പ്രതിനിധിയായ നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത്, ബോഡി ഷേമിങ് നടത്തിയിരിക്കും. ഇന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു നജീബിനെതിരെയല്ലെന്ന്. നജീബ് നല്ല ആരോഗ്യവാനുള്ള ആളല്ലേ, ഞാൻ വേറൊരാൾക്കെതിരെയാണ് പറഞ്ഞത് വേറൊരാൾക്കെതിരെയാണ്. നജീബ് നല്ല ആരോഗ്യവാനുണ്ട്. ഞാൻ പറഞ്ഞത് ഇതാണ്, എന്തോ 8 മുക്കാലി കെട്ടി അടുക്കി വെച്ചേക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ ആ മനുഷ്യൻ, വന്നു പിടിച്ച മനുഷ്യൻ. അപ്പൊ ഏതോ ഒരു വ്യക്തി, ഇനി നമ്മുടെ VD സതീശനാവാം, ചെന്നിത്തലയാവാം, ഇത് ആർക്കോ വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു ചെന്നിത്തലയായിരിക്കും. VD സതീശൻ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ,
കാരണം ഒട്ടും ജീവനില്ലാത്ത ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് പ്രായമുള്ള വ്യക്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തെയാണ് ഓർമ്മ വരുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞു ബോഡി ഷേമിംഗ് ആണ് നടത്തിയത്. അപ്പൊ ഈ പ്രക്ഷോഭ പറയുന്നത് പോലെ ഈ പറഞ്ഞോണം ഡബിൾ ഡാഡി സിൻഡ്രോം തന്നെയാണ്. അതിൽ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അങ്ങനെ ഒരാളെ ഒരു ഉയരത്തിന്റെ പേരിൽ അങ്ങേയറ്റം അധിക്ഷേപിച്ചപ്പോൾ ഇതേ പറയുന്ന CPM-ന്റെ പല വേദികളിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും വന്നിട്ടുള്ള ഒരാളാണ് പക്രു. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഉള്ളവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് നടത്തിയത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്കുള്ള മറുപടി ഇന്ന് കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിയാണ് കൊടുത്തത്. ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ഉയരം കുറഞ്ഞ ആളാണ്, എനിക്ക് അതിന്റെ പേരിൽ ഒരുപാട് ട്രോമ എനിക്ക് വരും. അതായത് ചെറിയ പ്രായത്തിൽ നീളമില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് ട്രോമ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബുർജ് ഖലീഫയുടെ അത്രയും ഉയരമുണ്ടോ? അതായത് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കൊച്ചു കുട്ടികൾ വരെ. സ്പീക്കർ എന്താണ് നിയമസഭയിൽ പറഞ്ഞത്? കൊച്ചു കുട്ടികളുടെ മുന്നിലാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നത്? മുഖ്യമന്ത്രി ഈ പറഞ്ഞ സന്ദർഭത്തിൽ ഈ കുട്ടികൾ അവിടെ ഇരുന്നുവെങ്കിൽ, ഉയരം കുറഞ്ഞ കുട്ടികൾ അവിടെ ഇരുന്നുവെങ്കിൽ അവർക്കുണ്ടാകുന്ന ട്രോമ, അവർ ഇത്തരത്തിൽ ഈ ഒരു കുട്ടി പ്രതികരിച്ചതുപോലെ അവരുടെ ഉള്ളിൽ കിടക്കും, അയ്യോ ഞാൻ ഈ ഇത്തരത്തിൽ ഇനി വന്നു കഴിഞ്ഞാൽ എന്നെ നാളെ നിയമസഭയിൽ ഇങ്ങനെ ഇട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടിക്കും, പൊതുമധ്യത്തിലേക്ക് വരാൻ മടിക്കും. അപ്പോൾ സ്പീക്കർ എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ട് അവിടെ പ്രതികരിക്കണമായിരുന്നു? അങ്ങനെ പറയരുത്. അപ്പോൾ കൊച്ചുകുട്ടികൾ ഇത് കേട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന്റെ അവസ്ഥ? അപ്പൊ എന്തുമാത്രം അവർക്ക് എന്തുമാകാം. ഇന്ന് കണ്ടില്ലേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം, ഞാൻ ഒരു ചോദ്യമേ അനുവദിക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ നിർത്തും. വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ആർക്ക് വേണമെങ്കിൽ, CPM-ന് വേണമെങ്കിൽ, സർക്കാരിന് വേണമെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. കാരണം ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം അത്ര നിസ്സാരമൊന്നുമല്ല. ശബരിമലയിൽ കട്ടുമൂട്ടിച്ചതിന്റെ കാര്യമാണ് ഈ ചോദിക്കുന്നത്. ഈ പിണറായി വിജയന്റെ തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ കാര്യം ഒന്നും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നില്ല. കമലയ്ക്ക് സുഖമാണോ, വീണയ്ക്ക് സുഖമാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. തായ്ക്കണ്ടിയിൽ എത്ര തേങ്ങ കിട്ടി എന്നൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ചോദിക്കുന്നത് കൃത്യമായ ചോദ്യമാണെന്നേ. ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ മൗനം പാലിക്കുന്നു? സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോണം. ചോദ്യം ചോദിക്കില്ല. പറയല്ലേ, ഞങ്ങളെ രാജാവാണ്, ഞങ്ങളെ രാജഭരണമൊക്കെ കഴിഞ്ഞു. രാജഭരണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നതേ സംസാരിക്കും, എഴുതിയെടുത്തോ. അല്ല, ഈ CPM പണ്ട് പറഞ്ഞിരുന്നു ഈ രാജഭരണമൊക്കെ കഴിഞ്ഞു പോയതാണെന്ന്. രാജഭരണം കഴിഞ്ഞു. ഈ ചില മന്ത്രിമാരൊക്കെ രാജാവിനെ പോലെ ഒരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ജനങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങും. അതിന്റെ തെളിവാണ് കൊച്ചുകുട്ടികൾ വരെ വിരൽ ചൂണ്ടി ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം കൊച്ചുകുട്ടികൾ വരെ നിയമസഭ കാണുന്നുണ്ട്, നിയമസഭയിൽ നടക്കുന്നത് അവർ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇവർക്ക് നിലപാടില്ല എന്നുള്ളത് ഏകദേശം ഒരു കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രതിഭയ്ക്ക് ഒരു കയ്യടി നൽകാം. കാരണം ഇത് ഇത്തരത്തിൽ അന്ന് ഘോരഘോരമായിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് CPM പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ കുറെ നടിമാരെയൊക്കെ എടുത്ത് പൊക്കി വെച്ചിരുന്നിടത്താണ് ഇപ്പോൾ പ്രതിഭയുടെ വാക്കുകൾ അവരെയൊക്കെ താഴെയിട്ട് ചവിട്ടി അരയ്ക്കുന്ന തരത്തിൽ, അതേ പാർട്ടി തന്നെ അരയ്ക്കുന്ന തരത്തിലായത്. അപ്പം പ്രിയപ്പെട്ട റിനി ഉൾപ്പെടെയുള്ളവർക്കാണ് ഇത്തരത്തിലൊരു പേരുദോഷം ഉണ്ടായിരിക്കുന്നത്. അവര് ഈ പറഞ്ഞോണം, ഞാൻ പറയാറുണ്ട്, റിനി ഈ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഔദ്യോഗിക പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ റിനിയാണ് പിന്നീട് ഇതേ പാർട്ടിയുടെ സ്ത്രീ എന്താണ് പ്രതിരോധം, അതെ, ഇത് സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമാണ്, ഇതിനൊക്കെയാണ് റിനി ഇറങ്ങേണ്ടുന്നത്. ഈ പറഞ്ഞോണ ശൈലജ ടീച്ചറൊക്കെ പ്രതിഭയോട് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇപ്പൊ തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞു. അല്ല, അന്ന് പ്രതിരോധത്തിൽ ചുരിദാർ ഇട്ടുകൊണ്ടാണ് റിനി വന്നത്. ഇവര് മാറ്റിയെടുത്തതാണോ എന്തോ? ഒരിക്കലും ആ പെൺകുട്ടിക്ക് അത് ചേരുന്നില്ല. ഞാൻ പറയുന്ന കുറച്ച് മോഡേൺ ഡ്രസ്സുകളൊക്കെയാണ് ചെയ്യുന്നത്. എന്തിനാണ്? സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും. അതാണല്ലോ പെൺകരുത്ത് കാണിക്കേണ്ടത്. എന്താണ് പെൺ പ്രതിരോധം തീർക്കേണ്ടത്. ഞങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. റിനി ധൈര്യമായിട്ട് ഇതിനെതിരെ പ്രതിരോധിക്കാൻ ചോദിക്കുന്നത്. ഈ മലയാള സിനിമയിലെ ഒട്ടും പ്രമുഖ നടിമാരിൽ പലരും CPM അനുഭാവികളായിട്ടുള്ള, CPM-നോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. റിമ കല്ലിങ്കലൊക്കെ. അപ്പം അവരൊക്കെ അവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ ഇനിയിപ്പോ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ളതാണ്. പാർട്ടിയുടെ ഒരു പരിപാടികളിലും പങ്കെടുക്കണ്ട, സർക്കാരിന്റെ പരിപാടികളിൽ പങ്കെടുക്കണ്ട. റിനി തന്നെ എത്ര പാർട്ടി പരിപാടികൾ ഇത്തരത്തിലുള്ള മോഡേൺ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഹണി റോസ് നമ്മളൊക്കെ സ്ഥിരം കാണുന്നില്ലേ. അപ്പൊ അവരെയൊക്കെ ഈ സ്ത്രീകളെയൊക്കെ മൊത്തത്തിൽ മുച്ചൂട് തകർക്കുന്ന തരത്തിലായി പോയി പ്രതിഭയുടെ വാക്കുകൾ. ഇത്തരത്തിൽ പറയരുതായിരുന്നു. ഈ ഇരട്ടത്താപ്പൊന്നും ശരിയല്ല എന്നുള്ളത് കൂടി. കാരണം ഇതിനെതിരെ ഇതാണ് ഈ അതായത് ഇത് പാർട്ടിയോട് ഭയങ്കര അനുഭാവം പുലർത്തി നിൽക്കുന്ന നടിമാരൊക്കെ ഉൾപ്പെടെയുള്ളവർ ഇവരുടെ നിലപാടൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇവരൊക്കെ ഈ ചില കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുക, മറ്റു ചില കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ്. സെലക്റ്റീവ് പ്രതികരണമുള്ള ആൾക്കാരാണ്. അപ്പോൾ
എന്തായാലും ഇത്തരത്തിൽ അല്പവസ്ത്രധാരികളെ ഞങ്ങൾ എതിർക്കുമെന്നാണ് യു പ്രതിഭ അങ്ങ് പറഞ്ഞു വെക്കുന്നത്. വെറുതെ ഈ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില സ്ത്രീകൾ. ദാരിദ്ര്യമാണ്, പുരുഷന്മാർക്ക് വിട്ടൊരു താങ്ങുണ്ട്. ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാണ് ഇവരെയൊക്കെ കാണാൻ വരുന്നതെന്ന്. കഷ്ടം. കേരളത്തിലെ പുരുഷന്മാരെ എല്ലാം അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലായി പോയി. അല്ല, ഇവര് തന്നെയാണെന്നേ ഈ എല്ലാവരെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്, എന്നിട്ട് പ്രബുദ്ധരാണെന്ന് പറയും. അതാണ് നമുക്ക് അങ്ങോട്ട് പറ്റാത്തത്. എന്തായാലും പ്രതിഭ ഈ പറഞ്ഞ ഈ വിവാദപരമായ നിലപാടിനെ CPM-ലെ തന്നെ പ്രബുദ്ധരായിട്ടുള്ള മറ്റ് വനിതാ നേതാക്കൾ എതിർക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് എതിർക്കാൻ. കാരണം നിരവധി പ്രശ്നങ്ങൾ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ വിഷയത്തിൽ എന്തായിരുന്നു റിനിക്ക് സപ്പോർട്ട്? തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കണം. കാരണം നമ്മളെപ്പോഴും പിന്നോക്കമല്ല പോകണ്ടേ, മുന്നോക്കമാണ് പോകണ്ടേ. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, എന്തായാലും മുന്നോട്ട് ചിന്തിക്കുക, അല്ലാതെ പിന്നോട്ട് പുരോഗമനപരമായിട്ട് ചിന്തിക്കണം. ഈ പുരോഗമനപരമായിട്ടല്ല ഇപ്പോൾ CPM ചിന്തിക്കുന്നത്. അതിന്റെ എല്ലാവിധ കേടുകളും ഉണ്ട്. എന്തായാലും യു പ്രതിഭയ്ക്കെതിരെ ഇനി ആരൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.